പിന്നെ പാരീസിലുള്ള ഐഫൽ ടവർ കാണാനാണ് ഈ യാത്ര. അപ്പം നൊവാട്ടൽ ഹോട്ടലിൽ നിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഐഫൽ ടവർ കാണാൻ ഇറങ്ങി. അപ്പം ദൂരെ ഐഫൽ ടവർ കണ്ടു തുടങ്ങി. വായിച്ചും കേട്ടറിഞ്ഞ ഐഫൽ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് കാലത്തൊക്കെ. അപ്പോൾ അത് സാധിക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂ നിന്ന് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഐഫൽ ടവർ. പക്ഷേ നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ക്യൂവിലൊന്നും പെടേണ്ടി വന്നില്ല. ഇതാണ് ഗുസ്താവ് ഐഫൽ. ഇദ്ദേഹമാണ് ഈ എൻജിനീയറിംഗ് വണ്ടർ നിർമ്മിച്ചിട്ടുള്ളത്. മുകളിൽ 4 നിലയാണുള്ളത്. അപ്പോൾ അതിലേക്ക് പോകാൻ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറി. നല്ല അത്യാവശ്യ സ്പീഡിലാണ് ലിഫ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2.5 മില്യൺ റിവറ്റ് കൊണ്ടാണ് ഈ ഐഫൽ ടവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലുള്ള സമ്മിറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്നാൽ ഏറ്റവും മനോഹരമായ പാരീസിനെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ സഞ്ചാരികളും പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ അവിടേക്ക് എത്താറായി. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ സ്പീഡ് അല്പം കുറഞ്ഞോ എന്നൊരു സംശയം. ദൂരെ പാരീസ് നഗരം നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വെയിലുണ്ടെന്ന പോലെയാണ് തോന്നുന്നതെങ്കിലും ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ്. നിൽക്കാനേ പറ്റുന്നില്ല. നല്ല തണുപ്പായിട്ട് പാരീസ് നഗരം ഇങ്ങനെ പരന്ന് കിടക്കുന്നത് നമുക്ക് മുകളിൽ നിന്നാൽ കാണാം. ഏറ്റവും മുകളിലാണെങ്കിൽ ഗുസ്താവിൻ്റെ ഒരു ചെറിയ മ്യൂസിയം പോലെ റൂമൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഐഫൽ ടവറിനെ പറ്റിയുള്ള എല്ലാ ചരിത്ര രേഖകളും അവരവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ടൂറിസ്റ്റുകൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള ചെറിയ കിയോസ്കുകളും ചെറിയ റെസ്റ്റോറൻറ്റും ഒക്കെ മുകളിലുണ്ട്. നമ്മളിതെല്ലാം കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പം 330 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് ദാണ്ട 280 ഇതിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പകൽ കാണുന്ന ഐഫൽ ടവറിൻ്റെ ഭംഗിയല്ല രാത്രിയിൽ കാണുന്നത്. ഭയങ്കര രസമാണ്. സഞ്ചാരികൾ ഇത് മുടക്കാറില്ല. രാത്രിയിൽ ഇത് ഗോൾഡൻ കളറാവും. എന്നിട്ട് ഓരോ 5 മിനിറ്റിനുള്ളിലും ആയിരക്കണക്കിന് ഫ്ലാഷി ലൈറ്റ്സ് ഇങ്ങനെ സ്പാർക്കിൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഭയങ്കര ഭംഗിയാണ് രാത്രിയിൽ ഐഫൽ ടവർ കാണാൻ. അപ്പോൾ നമ്മൾ ഐഫൽ ടവർ കുറേ നേരം നിന്ന് ഈ രാത്രി കാഴ്ചയും കണ്ടു. കുറേ പിക്ചർ പകർത്തി. അപ്പോൾ എൻ്റെ ചെറിയ ബ്ലോഗ് കണ്ട എല്ലാവർക്കും ബൈ ബൈ.